ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നല്ല ക്രിസ്പിയായി നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കൂടി ഒന്ന് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പം 1 കപ്പ് അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ചരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ നമ്മൾ പച്ചരി എടുത്ത അതേ അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ അടുത്ത് നിന്നൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഒരു 3-4 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് സോക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഞാനൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇതാ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് 1 കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആ 1 കപ്പ് ചോറ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. നമ്മൾ ഈ ഒരു ചോറും പച്ചരിയും ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് അരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതൊരു 1 മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു മൂടി അടച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ നേരത്തെ അരച്ചതിലും ഡബിളായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെയല്ല നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സോപ്പൊക്കെ പതഞ്ഞ് പൊങ്ങി വന്ന ആ ഒരു രീതിയിൽ തന്നെ. നമ്മൾ ഇതിൽ ഉഴുന്നോ അതുപോലെ തന്നെ ഈനോ അതുപോലെ ഈസ്റ്റ് ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വെറും ഉലുവ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പം കണ്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നല്ല പോലെ ഒഴിക്കാതെ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ച് കൊടുക്കാനായിട്ട്. അതുപോലെയല്ല നല്ല പേസ്റ്റ് പോലെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് പാന് ചൂടായോ നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ തളിച്ചു കൊടുക്കുക. അപ്പം കണ്ടില്ലേ, പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമ്മളിവിടെ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു തവി കൂടി ഒഴിച്ചതിന് ശേഷം നല്ല ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഈ ഒരു ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ വണ്ണത്തിന് അനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു പാനിൽ നിറച്ചായിട്ട് ഇതുപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റും ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ദോശയുടെ എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ രീതിയിൽ മതി കേട്ടോ. ഇത്രയും നമുക്ക് ആവേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ദോശയും ചുട്ടെടുക്കാനായിട്ട് കഴിയും. നല്ല ക്രിസ്പിയാണ്. നമുക്ക് ചോറൊക്കെ കൊണ്ട് ഇത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഉഴുന്നൊക്കെ കഴിച്ചിട്ട് ഗ്യാസൊക്കെ കയറുന്നവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. നമുക്കിത് തിരിച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം തിരിച്ച് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഭാഗം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദോശയും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് തന്നെ ചുറ്റിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വലിപ്പമുള്ള ദോശ തന്നെ ഇവിടെ റെഡിയാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കൂടും.
അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ രണ്ട് ഭാഗവും നല്ല ക്രിസ്പിയായിട്ട് കുട്ടികൾക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കേട്ടോ. നമ്മുടെ കണ്ടില്ലേ, പുറമാണെങ്കിലും അകമാണെങ്കിലും നല്ല ക്രിസ്പിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് നമുക്ക് അതിൻ്റെ പുറം ഭാഗം കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ദോശയും ഇവിടെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ മുഴുവൻ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നൊന്നും ചേർക്കാതെ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.